ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റാഫെല്ലോ ക്യാൻഡി ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ റാഫെല്ലോ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണിത്. നല്ല ടേസ്റ്റും ആണിത്. നമ്മളിത് വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മളിത് പാൽപ്പൊടിന്റെ മിക്സ് വെച്ചിട്ടാണ് വൈറ്റ് ചോക്ലേറ്റിന് ലെയർ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടില്. നമുക്ക് സ്റ്റൗവിന്റെ അതോ ഓവന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റും ആണിത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഉള്ളിൽ ആ ഒരു ലെയറും മുകളിൽ തേങ്ങന്റെ ആ ഒരു ലെയറൊക്കെ. വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിയിട്ട് ചെയ്യുക. ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, വേണ്ടവർക്ക് അത് കാണാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഞാനിത്. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ടാണ് ഇതിന്റെ അളവുകളൊക്കെ. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമ്പോൾ കാണിക്കട്ടെ എത്ര അളവെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര എടുത്താൽ മതി. പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല ഇതിന്. അപ്പൊ ഞാനിത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണത്. അതുപോലെ തന്നെ ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണിത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങുക. വീട്ടിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് തേങ്ങ ചിരകിയിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് കളർ മാറാണ്ടൊന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബദാമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഫെല്ലോ ക്യാൻഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് പകരമാണ് ഞാൻ പാൽപ്പൊടിയും ബട്ടറും ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിക്ക് നമുക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര, അത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പൊ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ. നിങ്ങൾ എത്ര അളവ് എടുക്കുന്നോ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ഇത് കുഴച്ചെടുക്കാനുള്ള ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് കുഴച്ചെടുക്കാം. അധികം ലൂസായി പോണ്ട. അപ്പൊ അതിനുള്ള ബട്ടർ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയാൽ ഉരുണ്ട് വരുന്നൊരു പാകത്തിനുള്ള ഇതാക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ബട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയാൽ ഉരുണ്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ഈ തേങ്ങന്റെ ഇതിട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അളവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം എടുത്താൽ മതി. ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ്. ഈ മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഉരുട്ടി എടുക്കാനുള്ളൊരു പാകത്തിനെ മിക്സ് ചെയ്യാവൂ. അതിൽ കൂടുതൽ ലൂസായിട്ട് എടുക്കരുത്. നമുക്കത് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തേങ്ങ ചിരകിയിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് നല്ലൊരു സ്മെല്ലും ആണ്, നല്ലൊരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാ ഒരു തേങ്ങയുടെ ടേസ്റ്റ് അല്ല വരുന്നത്. നമുക്ക് 1 ടീസ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം.
ഇത് കുറച്ച് നമ്മൾ ഒഴിക്കണത് കൂടിപ്പോയാൽ കുറച്ചും കൂടെ തേങ്ങൻ്റെ ഇത് ഇട്ട് കൊടുത്താൽ മതി, തേങ്ങൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടുന്നൊരു പരുവായിട്ടുണ്ട്. ഇതിന് നമ്മൾ അളവൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നമുക്ക് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് എടുത്താൽ മതി. അത് ഉരുട്ടി വരുന്നൊരു പാകം വരെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കുക നിങ്ങൾ. അപ്പോൾ ആ ഒരു പാകമാകുമ്പോൾ നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇനി ഒരു പ്ലേറ്റിക്ക് നമുക്ക് കുറച്ച് തേങ്ങൻ്റെ പൊടി തന്നെ കുറച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൽപ്പൊടിയും ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഉരുട്ടിയെടുക്കുന്ന പാകത്തിന് മെൽറ്റ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമുക്കൊരു ചെറിയൊരു ബോൾസ് ഉണ്ടാക്കാം. ഈ പാൽപ്പൊടിന്റെ മിക്സ് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടി വെക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് മതി. നമ്മളതിൻ്റെ മുകളിലെ തേങ്ങൻ്റെ ഒരു ലെയറും കൂടെ വരുമ്പോൾ കുറച്ച് വലിയ ബോളായി മാറും. ഇത് റാഫെല്ലോ കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അതിനൊരു വേഫറിൻ്റെ ഒരു ലെയറും കൂടെ കാണാം, ക്രിസ്പായിട്ടുള്ള ഒരു ലെയർ. നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നില്ല, എങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബദാം നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തൊലി കളയാണ്ടും ചെയ്യാം. നമ്മൾ കഴിക്കുമ്പോൾ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന റാഫെല്ലോൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. കുറച്ച് ക്രിസ്പായിട്ടായിരിക്കും തൊലി കളഞ്ഞിട്ട്. അപ്പം നമ്മൾ തൊലിയോട് കൂടിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി മാറ്റാം. ഇതിന്ന് ഞാനൊരു 17 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തില്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളില് ബദാം എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ബദാം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴേക്കും തൊലി ഇല്ലാത്ത ബദാമാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. ഞാൻ ഇപ്പോൾ തൊലിയോട് കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടൊന്നുകൂടെ ഉരുട്ടിയെടുക്കാം. ഓരോ ബദാമും വെച്ചിട്ട് ചെയ്യാം. ബദാം ഇഷ്ടമല്ലാത്തവര് വേറെ ഏതെങ്കിലും നട്ട്സ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒറിജിനൽ ഇതിൽ ബദാമാണ് വരാറുള്ളത്. നമുക്കിത് ബദാം വെച്ചിട്ട് എല്ലാ ബൗളും ഒന്ന് കവർ ചെയ്യാം. അങ്ങനെ ഓരോ ബോൾസും നമ്മൾ ബദാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തേങ്ങന്റെ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ആ മിക്സ്ചറിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓരോ ബോളും എടുത്തിട്ട് തേങ്ങന്റെ ആ ഒരു കൂട്ട് അതിന്റെ മേളിൽ വെച്ചിട്ട് കയ്യിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയാൽ തന്നെ ശരിയായി വരും. നമ്മുടെ പാൽപ്പൊടിന്റെ ആ ഒരു ലെയർ കാണാത്ത വിധത്തില് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോ ബോൾസും നമുക്ക് ഈ തേങ്ങന്റെ ഈ മിക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തേങ്ങന്റെ പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നേരത്തെ റെഡിയാക്കി വെക്കണം എന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. എന്നാ പിന്നെ ബാലൻസ് വരുന്ന പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് ഓരോ ബോൾസും അങ്ങനെ ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാ ബോൾസും ഞാൻ തേങ്ങന്റെ മിക്സ്ചറിൽ
കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ ഇതില് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കാം. ഇതാവുമ്പോ ഇത് മേലെ കുറച്ച് ക്രിസ്പായിട്ടിരിക്കും ഈ തേങ്ങൻ്റെത്. കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇതിലൊന്ന് ഇട്ടിട്ട് റോൾ ചെയ്ത് വെക്കാം. നന്നായിട്ട് തന്നെ റോൾ ചെയ്യാം. അങ്ങനെ മൊത്തം ബോൾസും ഞാൻ കോക്കനട്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ റാഫലോ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിന്റെ ആ ഒരു ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ചെയ്യാം. തേങ്ങന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബദാം വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഇതാവുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ കമന്റ്സ് ഒക്കെ അറിയിക്കണം. എല്ലാ റെസിപ്പീസും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയിക്കണം. ഇതുപോലെ നല്ല വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.